إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സത്യവിശ്വാസികളെ, ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അതുൽ മുഫ്രദിലും അതുപോലെ ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിലും ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൽ നമുക്ക് കാണാം, ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ബലഗനി ഹദീസുൻ അൻ റജുലിൻ സമിഅഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് അറിയിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞു, ഒരു വ്യക്തി മറ്റൊരു സഹാബിയുടെ അടുക്കൽ, അതാരാണെന്ന് ജാബിർ റളിയല്ലാഹുവിന് അറിയില്ല, പക്ഷേ ഇന്ന ഒരാളുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട ഒരു ഹദീസ് ഉണ്ട് എന്നറിഞ്ഞു. ഫശ്തറൈതു ബഈറൻ, ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, അപ്പോൾ ഞാൻ ഒരു ഒട്ടകത്തെ വാങ്ങി. സുമ്മ ശദദ്തു അലൈഹി റഹ്ലി, അങ്ങനെ എനിക്ക് യാത്രക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിനുമേൽ ഒരുക്കിക്കൊണ്ട് ഫസിർതു ഇലൈഹി ഷഹ്റൻ, ഞാൻ ആ വ്യക്തി ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ആ വ്യക്തി ഷാമിലുണ്ട് എന്നറിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് ഒരു മാസം ഞാൻ യാത്ര ചെയ്തു. ഹത്താ ഖദിംതു അലൈഹി ഷാം, അങ്ങനെ ഞാൻ ഷാമിലെത്തിയപ്പോഴാണ് ആ ഹദീസ് ഉദ്ധരിക്കുന്ന വ്യക്തി അബ്ദുല്ലാഹ് ബിൻ ഉനൈസ് റളിയല്ലാഹു അൻഹു ആണെന്ന് അറിഞ്ഞത്. അങ്ങനെ അദ്ദേഹത്തിന്റെ വീടിന് മുമ്പിൽ പോയി ആ വീടിന് മുമ്പിൽ കാവലായി ഉണ്ടായിരുന്ന ആളോട് ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുല്ലഹു ജാബിർ അലൽ ബാബ്, നീ അബ്ദുള്ളയോട് പറയണം ജാബിർ ദാ ഈ വാതിൽക്കൽ ഉണ്ട് എന്ന്, ജാബിർ വന്നിട്ടുണ്ടെന്ന് പറയണം. അപ്പോൾ ഉള്ളിൽ നിന്ന് ചോദിച്ചു, ഇബ്നു അബ്ദില്ലാഹ്, അബ്ദുള്ളയുടെ മകൻ ജാബിർ ആണോ എന്ന് ചോദിച്ചു. നഅം എന്ന് മറുപടി പറഞ്ഞപ്പോൾ ധൃതി പിടിച്ച് വേഗത്തിൽ അബ്ദുല്ലാഹ് ബിൻ ഉനൈസ് കവാടത്തിനടുക്കൽ വരികയും ജാബിർ റളിയല്ലാഹു അൻഹുമായി പരസ്പരം ആലിംഗനം ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ജാബിർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് ബിൻ ഉനൈസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി, ഹദീസൻ ബലഗനി അൻക അന്നക സമീഅതഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖിസാസ്, ഞാനിവിടെ വരാനുള്ള കാരണം, ഞാൻ അറിഞ്ഞു നിങ്ങൾ ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടുകൊണ്ട് ഉദ്ധരിക്കുന്നുണ്ട്. ഖിസാസിന്റെ വിഷയത്തിലാണ് ആ ഹദീസ്, അഥവാ ചെയ്തതിന് പകരം കൊടുക്കുന്ന വിഷയത്തിലാണ് ആ ഹദീസ് എന്ന് ഞാൻ അറിഞ്ഞു, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. എന്നിട്ട് പറഞ്ഞു, ഫഖശീതു അൻ തമൂത ഔ അമൂത ഖബ്ല അൻ അസ്മഅഹു, ഞാൻ ആ ഹദീസ് കേൾക്കുന്നതിന് മുമ്പ് ഞാനോ നിങ്ങളോ മരിച്ചു പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ തന്നെ ധൃതിയിൽ ഇങ്ങോട്ട് ഷാമിലേക്ക് വന്നത് എന്ന് പറഞ്ഞു. ഇത്രയും കേട്ടപ്പോൾ അബ്ദുല്ലാഹ് ബിൻ ഉനൈസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട ഹദീസ് ഉദ്ധരിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഹ്ശറുൻ നാസ് യൗമൽ ഖിയാമ ഔ തുഖാൽ ഇബാദ് ഉറാത്തുൻ ഗുർലൻ ബുഹ്മാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ജനങ്ങൾ അല്ലെങ്കിൽ അടിമകൾ നാളെ പരലോകത്ത് ഒരുമിക്കപ്പെടും, അവരൊരുമിച്ച് കൂട്ടപ്പെടും, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, അവർ നഗ്നരായിരിക്കും, ചേലാകരണം ചെയ്യാത്ത അവസ്ഥയിലായിരിക്കും, ബുഹ്മൻ എന്നായിരിക്കും. അപ്പൊ സഹാബികൾ ചോദിച്ചു, വമാ ബുഹ്മൻ, എന്താ റസൂലെ ബുഹ്മൻ എന്ന് പറഞ്ഞാൽ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ലൈസ മഅഹും ഷൈഉൻ, ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയിൽ, ഒരു ദീനാറോ ദിർഹമോ തന്റെ പദവിയോ സ്ഥാനമോ കുടുംബമോ സന്താനങ്ങളോ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേരുന്നതിനാണ് ബുഹ്മൻ എന്ന് പറയുക എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ثم يناديهم بصوت يسمعه من بعد كما يسمعه من قرب,
പിന്നെ ഒരു ശബ്ദത്തിൽ വിളിച്ചു പറയപ്പെടും. എടുത്തുള്ളവനും ദൂരെയുള്ളവനും ഒരേപോലെ കേൾക്കുന്ന ശബ്ദത്തിൽ ഒരു കാര്യം വിളിച്ചു പറയപ്പെടും. അനൽ മലിക് അനദ്ദയ്യാൻ. അല്ലാഹു തആല പറയും അനൽ മലിക്, ഞാനാണ് എല്ലാ അധികാരവുമുള്ള രാജാധിപത്യമുള്ള രാജാവ്. അനൽ മലിക് അനദ്ദയ്യാൻ, ഞാനാണ് ദയ്യാൻ, പകരം നൽകുന്നവൻ, ചെയ്തതിനെല്ലാം പകരം കൊടുക്കുന്നവനും ആ പകരമേൽപ്പിക്കുന്നവനും ഞാനാണ് എന്ന് അല്ലാഹു തആല പറയും. എന്നിട്ട് പറയും വലാ യംബഗി ലിഅഹദിൻ മിൻ അഹ്ലിൻ നാർ അൻ യദ്ഖുലൻ നാർ വലഹു ഇൻദ അഹദിൻ മിൻ അഹ്ലിൽ ജന്ന ഹഖ്ഖുൻ ഹത്താ അഖുസ്സഹു മിൻഹു. ഒരാളും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല. സ്വർഗാവകാശി ആരെങ്കിലും ആളിൽ നിന്ന് അവന് വല്ല ഹക്കും ലഭിക്കാനുണ്ടെങ്കിൽ ഞാനത് അവന് വീട്ടിൽ കൊടുക്കാതെ ഒരാളും നരകത്തിൽ പ്രവേശിക്കുകയില്ല. വലാ യംബഗി ലിഅഹദിൻ മിൻ അഹ്ലിൽ ജന്ന അയദ്ഖുലൽ ജന്ന വലിഅഹദിൻ മിൻ അഹ്ലിൻ നാർ ഇൻദഹു ഹഖ്ഖുൻ ഹത്താ അഖുസ്സഹു മിൻഹു ഹത്താ ലത്മ. എന്നിട്ട് പറഞ്ഞു ആ സ്വർഗാവകാശിയായ ഒരാൾ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. നരകാവകാശിയിൽ നിന്ന് ഒരു ഹക്ക് ലഭിക്കാനുണ്ടെങ്കിൽ അത് വീട്ടിൽ നൽകപ്പെടാതെ ഹത്തൽ ലത്മ, അതൊരു ചെറിയ അടിയാണെങ്കിലും അതുവരെ പകരം കൊടുത്തിട്ടേ സ്വർഗത്തിലും നരകത്തിലും ആളുകൾ പ്രവേശിക്കുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സഹാബികൾ ചോദിച്ചു കൈഫ വ ഇന്നമാ നഅതില്ലാഹ ഉറാതൻ ഉർലൻ ബുഹ്മാ. എങ്ങനെയാണ് റസൂലേ ഒന്നുമില്ലാത്ത, കയ്യിൽ സമ്പത്തില്ലാത്ത, സാധാരണ ഖിസാസ് പണം നൽകിക്കൊണ്ടാണ് നടപ്പിലാക്കാറുള്ളത്, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഞങ്ങൾ അത് കൊടുത്തു വീട്ടുക? അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ബിൽ ഹസനാതി വസ്സയ്യിആത്ത്, നന്മകളും പാപങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നൽകിക്കൊണ്ടായിരിക്കും അതുണ്ടാവുക എന്നുള്ളത്. സഹോദരങ്ങളെ, അന്ത്യനാളിന്റെ മറ്റൊരു പേരാണ് യൗമുൽ ഖിസാസ് എന്നുള്ളത്. നാം മറ്റൊരാളുമായിട്ട് ദുനിയാവിൽ വീട്ടാനുള്ള എന്ത് കണക്കാവട്ടെ, സാമ്പത്തികമാവട്ടെ, അല്ലെങ്കിൽ ഉപദ്രവിച്ചതാവട്ടെ, അല്ലെങ്കിൽ നാവ് കൊണ്ട് അവന്റെ അഭിമാനത്തെ പിച്ചു ചീന്തിയതാവട്ടെ, അത് പകരം വീട്ടാതെ നാളെ പരലോകത്തിന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ഈ ഒരു സംഭവത്തെ വിശദീകരിക്കുന്ന മറ്റൊരു ഹദീസ് സഹീഹ് മുസ്ലിമിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബികളോട് ചോദിച്ചു അതദ്റൂന മൽ മുഫ്ലിസ്, നിങ്ങൾക്കറിയുമോ ആരാണ് മുഫ്ലിസ് എന്ന്, ആരാണ് പാപ്പരായവനെന്ന്? ഖാലു, അപ്പോൾ സഹാബികൾ പറഞ്ഞു അൽ മുഫ്ലിസു ഫീനാ മൻ ലാ ദിർഹമ വലാ മതഅ, ഒരു സമ്പത്തോ ഒരു വസ്തുവകളോ ഒന്നുമില്ലാത്തവനാണ് ഞങ്ങൾ മുഫ്ലിസ് എന്ന് പറയാറുള്ളത്, പാപ്പരായവൻ എന്ന് പറയാനുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിലെ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ യഅതി യൗമൽ ഖിയാമ ബിസലാത്തിൻ വസിയാമിൻ വസക്കാ, അവൻ നാളെ പരലോകത്ത് വരും. അവൻ നിസ്കരിച്ച നിസ്കാരമുണ്ടാകും, അവന്റെ നോമ്പുണ്ടാകും, അവന്റെ സക്കാത്ത് ഉണ്ടാകും, അവൻ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാകും. വയഅതി ഖദ് ശതമ ഹാദാ, പക്ഷെ അവൻ വരുമ്പോൾ ഏത് അവസ്ഥയിൽ കൂടിയായിരിക്കും? അവൻ ഇന്നാലൊരുവനെ ചീത്ത വിളിച്ചിട്ടുണ്ടാകും. വഖദബ ഹാദാ, ഇന്നാലൊരുവനെ കുറിച്ച് മ്ലേച്ഛമായ കാര്യങ്ങൾ പറഞ്ഞു പരത്തിയിട്ടുണ്ടാകും. വഅകല മാല ഹാദാ, ഇന്നാലിന്നാളുടെ സമ്പത്ത് തിന്നിട്ടുണ്ടാകും. വസഫക ദമ ഹാദാ, ഇന്നാലിന്നാളുടെ രക്തം ചീന്തിയിട്ടുണ്ടാകും. വളറബ ഹാദാ, ഇന്നാലിന്നാൾ അവൻ അടിച്ചിട്ടുണ്ടാകും. ഫയുഅത ഹാദാ മിൻ ഹസനാതിഹി വഹാദാ മിൻ ഹസനാതിഹി, അങ്ങനെ ഇവന്റെ നന്മകൾ എടുത്ത് അവൻ ആരെയാണോ ഉപദ്രവിച്ചിട്ടുള്ളത്, ആർക്കാണ് അവൻ ഹക്ക് വീട്ടി കൊടുക്കാനുള്ളത്, അവർക്ക് ഇവന്റെ നന്മകൾ എടുത്തെടുത്ത് കൊടുത്തുകൊണ്ടേയിരിക്കും. വൈൻ ഫനിയത് ഹസനാതുഹു, അങ്ങനെ നന്മകൾ കൊടുത്തിട്ട് തീർന്നുപോയി എന്ന് വെക്കുക, അവൻ ആളുകളെ ഉപദ്രവിച്ചത് അവിടെ ബാക്കിയാണ്, ആളുകൾക്ക് ഇവനിൽ നിന്ന് ലഭിക്കാനുള്ള ഹക്ക് അവിടെ ബാക്കിയാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഖബല അൻ യുഖ്ദാ വഇൻ ഫനിയത് ഹസനാതുഹു ഖബല അൻ യുഖ്ദാ മാ അലൈഹി ഉഖ്ദ മിൻ ഖതായാഹും ഫതുരിഹത് അലൈഹി ثم തുരിഹ ഫിന്നാർ, അവൻ ആർക്കാണോ ഹക്ക് വീട്ടി കൊടുക്കാനുള്ളത് അവരുടെ പാപങ്ങൾ എടുത്ത് ഇവന്റെ മേൽ എറിയപ്പെടും, അങ്ങനെ ഇവനെ നരകത്തിലേക്ക് എറിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. ആരോടെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഒരു ഹക്ക് നമ്മൾ വീട്ടിൽ കൊടുക്കാനുണ്ട് എങ്കിൽ യൗമുൽ ഖിസാസിൽ, നാളെ അന്ത്യനാളിൽ അത് പകരം നൽകാതെ നമുക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് നൽകിയ ഒരു നസീഹത്ത് നോക്കൂ. മൻ കാനത് ലഹു മദ്ലമതുൻ ലിഅഖീഹി മിൻ ഇർദിഹി ഔ ഷൈഇൻ, ആർക്കെങ്കിലും തന്റെ സഹോദരനോട് എന്തെങ്കിലും ദുൽമ ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അവന്റെ അഭിമാനത്തിന് ദോഷം ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലൊരു ദുൽമ അവൻ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഫൽയതഹല്ലൽഹു മിൻഹു അൽയൗം, ഇന്ന് തന്നെ അവനത് വീട്ടിൽ കൊടുക്കട്ടെ. പറഞ്ഞുകൊണ്ടോ പണമാണെങ്കിൽ തിരിച്ചു നൽകിക്കൊണ്ടോ എങ്ങനെയെങ്കിലും അത് വീട്ടിൽ കൊടുക്കട്ടെ. ഖബല അല്ലാ യകൂന ദീനാറുൻ വലാ ദിർഹമുൻ, ദീനാറും ദിർഹമുൻ കൊടുത്താൽ ഉപകരിക്കാത്തൊരു ദിവസത്തിന് മുമ്പ് അവനത് വീട്ടിൽ കൊടുക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം സഹോദരങ്ങളെ, ഇതിന്റെ ഗൗരവത്തെ അറിയിക്കുന്ന ഒരു കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലതുഅദ്ദുന്നൽ ഹുഖൂഖ ഇലാ അഹ്ലിഹാ യൗമൽ ഖിയാമ ഹത്താ യുഖാദ ലിശ്ശാത്തിൽ ജൽജാ മിനശ്ശാത്തിൽ ഖർനാ. നാളെ പരലോകത്ത് ഈ പകരം നൽകുന്ന ഖിസാസ് നടപ്പിലാക്കുന്നത് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊമ്പുള്ള ഒരു ആടിൽ നിന്ന് ഹക്ക് ലഭിക്കാനുള്ള ഒരു കൊമ്പില്ലാത്ത ആട്, അതുവരെ അല്ലാഹു തആല പകരം വീട്ടിക്കൊടുക്കുന്നതാണ്. സഹോദരങ്ങളെ ആലോചിച്ചു നോക്കൂ. മുക്കല്ലിഫീങ്ങളല്ലാത്ത, വിചാരണയ്ക്ക് യോഗ്യരായിട്ടല്ലാത്ത ജീവികളാണ് ഈ കന്നുകാലികൾ എന്നുള്ളത്. എന്നാൽ അള്ളാഹുവിന്റെ നീതിയുടെ ഭാഗമായിട്ട്, അള്ളാഹു നീതി പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ കൊമ്പ് നൽകപ്പെട്ടതിന്റെ പേരിൽ അവൻ ആ മറ്റാടിനോട് ചെയ്ത ദുൽമ് അത് പരലോകത്ത് വീട്ടിക്കൊടുത്ത് അവരോട് മണ്ണായി പോകാൻ പറയുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അള്ളാഹുവിന് അതുപോലും കൃത്യമായിട്ടറിയാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂദർ റളിയല്ലാഹു അൻഹു നടന്നു പോകുന്ന സന്ദർഭത്തിൽ രണ്ടാടുകൾ തമ്മിൽ കൊമ്പ് കോർക്കുന്നത് കണ്ടു, കൂട്ടിമുട്ടുന്നത് കണ്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, അൽ തദ്രി ഫീമ തൻതതിഹാൻ, നിനക്കറിയുമോ എന്തിനാണ് ഇവർ രണ്ടുപേരും ഇങ്ങനെ കൊമ്പ് കോർക്കുന്നത് എന്ന്? അപ്പൊ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ അദ്രി, എനിക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പറഞ്ഞു, ലാകിന്നല്ലാഹ യദ്രി വസയഖ്ദി ബൈനഹുമാ, അല്ലാഹുവിനറിയാം അതെന്തിനാണ് എന്ന്. അല്ലാഹു അവരുടെ ഇടയിൽ വിധി കൽപ്പിക്കുകയും ചെയ്യും. സഹോദരങ്ങളെ, നാം ആലോചിക്കുക, കന്നുകാലികളുടെ അവസ്ഥയിൽ അള്ളാഹു ഇങ്ങനെ നീതിപൂർവ്വം കാര്യം നടപ്പിലാക്കുമെങ്കിൽ ഈ ലോകത്തെ ഏതെങ്കിലും ഒരു സൃഷ്ടിയുമായിട്ട്, ഏതെങ്കിലും ഒരു മനുഷ്യരുമായിട്ട് ഹക്കിടപാടുകൾ, അത് സാമ്പത്തികമാവട്ടെ, ശാരീരികമാവട്ടെ, വാക്കാവട്ടെ, എന്തോ ആവട്ടെ, അത് വീട്ടിക്കൊടുത്തിട്ടില്ല എങ്കിൽ, അത് പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ പരലോകത്ത് നമ്മുടെ നന്മകൾ അവർക്ക് നൽകപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അതല്ലെങ്കിൽ അവരുടെ പാപങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും. ഇങ്ങനെ ഈ നീതി നടപ്പിലാക്കി മണ്ണായി പോകുന്ന കന്നുകാലികളെ കാണുമ്പോൾ കുഫാറുകൾ, അള്ളാഹുവിനെ ധിക്കരിച്ച ഏറ്റവും വലിയ ദുൽമായ ശിർക്ക് ചെയ്ത ആളുകൾ, അവർ പറയുന്ന വാക്ക് അല്ലാഹു തആല പറഞ്ഞു, യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാഹ് വയഖൂലുൽ കാഫിർ യാ ലൈതനി കുന്തു തുറാബ. താൻ ചെയ്ത എല്ലാ തെമ്മാടിത്തരങ്ങളും തെറ്റുകളും കാണുമ്പോൾ കുഫാറുകൾ പറയും, ഞങ്ങളും മണ്ണായി പോയിരുന്നെങ്കിൽ, ആ കന്നുകാലികളെ പോലെ മണ്ണായി തീർന്നിരുന്നെങ്കിൽ. സഹോദരങ്ങളെ, നമ്മൾ മണ്ണായി പോവുകയല്ല, മനുഷ്യന്റെ മേലെ ബാധ്യതയായിട്ടുള്ളത് അവന്റെ കർമ്മങ്ങളില്ല എങ്കിൽ അവൻ നരകത്തിൽ ശാശ്വതമാകുന്ന അവസ്ഥയായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, യൗമുൽ ഖിസാസിന് മുമ്പ് ഈ ലോകത്ത് മറ്റുള്ളവരുടെ ഹക്കുകൾ അന്യായമായി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് വീട്ടി കൊടുക്കുക. അങ്ങനെ ചെയ്യാതിരിക്കുക, ഒരാളോടും ദുൽമ ചെയ്യാതെ ജീവിതത്തെ കാത്തു സൂക്ഷിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. أقول قولي هذا أستغفر الله لي ولكم واستغفروه إنه هو الغفور الرحيم. الحمد لله وحده الصلاة والسلام على من لا نبي بعده عباد الله اتقوا الله. സഹോദരങ്ങളെ, ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിൽ നാളെ പരലോകത്ത് അള്ളാഹുവിന് മുമ്പിൽ നിൽക്കേണ്ട ആ ദിവസത്തെക്കുറിച്ച് ഓർമ്മിക്കുന്നവനാണ്. അള്ളാഹുവിന്റെ ചോദ്യങ്ങൾക്ക് എന്തു മറുപടി പറയണം എന്ന് തയ്യാറാക്കുന്നവനാണ്. ആ മറുപടി ഏറ്റവും ശരിയായതായിരിക്കണം എന്ന് ഒരുക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മറ്റുള്ള ആളുകളെ പോലെ ഭൗതികമായ നേട്ടത്തിനു വേണ്ടി, ഏതൊരു കാര്യത്തിനു വേണ്ടിയും മറ്റൊരാളുടെ ഹക്ക് അന്യായമായി നമ്മുടെ ഭാഗത്ത് വരാൻ പാടില്ല. അത് സാമ്പത്തികമായാലും, വാക്കുകൊണ്ടുള്ള എന്തെങ്കിലും അഭിമാനത്തെ പിച്ചു ചീന്തുന്ന കാര്യമാണെങ്കിലും, ശരീരം കൊണ്ട് മറ്റൊരാളെ ഉപദ്രവിക്കലാണെങ്കിലും, ഏത് തരത്തിലാണെങ്കിലും നമ്മളിൽ ഉണ്ടാകാതെ നാം സൂക്ഷിക്കണം. അങ്ങനെ പരലോക ജീവിതത്തെ ഓർത്തുകൊണ്ട് ഇങ്ങനൊരു ദിവസം വരുമല്ലോ എന്ന് ചിന്തിക്കുന്നവരാണ് യഥാർത്ഥ സ്വർഗാവകാശികൾ. നാളെ സ്വർഗത്തിലെ സുഖാനുഭൂതികളിൽ ജീവിക്കുന്ന ആളുകൾ നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളുകളെ കാണുമ്പോൾ, അല്ലെങ്കിൽ അവർ ആ സ്വർഗീയ സുഖത്തിലാവുമ്പോൾ അവർ പറയുന്ന വാക്ക് അല്ലാഹു തആല പറയുകയാണ്, ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ. നമ്മൾ മുമ്പ് നമ്മുടെ കുടുംബത്തിലായിരുന്നപ്പോൾ, ദുനിയാവിലായിരുന്നപ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തെ ഭയപ്പെട്ടവരായിരുന്നു, പരലോകത്തെ ഓർമ്മിച്ചവരായിരുന്നു, യൗമുൽ ഖിസാസിനെ കുറിച്ച് ചിന്തിച്ചവരായിരുന്നു. ഫമന്നല്ലാഹു അലൈനാ, അല്ലാഹു നമ്മുടെ മേൽ അനുഗ്രഹം ചൊരിഞ്ഞു. വവഖാന അദാബസ് സമൂം,
വെന്തെരിയുന്ന നരകാഗ്നിയിൽ നിന്ന് അല്ലാഹു തആല നമ്മെ സംരക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു വാക്ക് പറയണമെങ്കിൽ ഇന്ന് അതിനെക്കുറിച്ച് ഓർക്കുന്ന ആളുകളായി നാം മാറേണ്ടതുണ്ട്. അതുകൊണ്ട് യൗമുൽ ഖിസാസിനെ പകരം നൽകേണ്ടി വരുന്ന ആ ദിവസത്തെ ആലോചിക്കുക, ആ ദിവസത്തിന് വേണ്ടി ഒരുങ്ങുക. ഏറ്റവും നല്ല രീതിയിൽ ഒരാൾക്കും ഒരു ഹക്കും അവിടെ വെച്ച് വീട്ടിക്കൊടുക്കേണ്ടതില്ലാത്ത വിധം എല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് മരണപ്പെടാൻ സൂക്ഷിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.